വരും. കടലോരം ബ്രോ ഹായ് പറയുന്നുണ്ട്. എനിക്ക് ആവശ്യമില്ല കൊച്ചിയെന്നും പറയുന്നുണ്ട്. പിന്നെ പറയട്ടെ, കേട്ടോണം മത്തങ്ങക്കറി. ഞാൻ എന്താണെന്നറിയോ, ഞാൻ കടുവ് വറുത്ത് തന്നെ അങ്ങ് വെക്കുന്നേ. കടുവ് വറുത്ത് നമ്മൾ എണ്ണ ഒഴിച്ച് കടുവ് വറുത്ത് പിന്നെ ഇതൊക്കെ ഇടും, കറിവേപ്പിലയൊക്കെ ഇട്ട് വെച്ചിട്ട് ഇതിന് മത്തങ്ങയും പിന്നെ കൊച്ചുള്ളി ഉണ്ടെന്നല്ല, അല്ലേ സവാള, കൊച്ചൊരു സവാള എടുത്ത് പച്ചമുളക് ഇട്ട് വഴറ്റിട്ട് അടച്ച് വെച്ച് വേവിക്കും. അപ്പോൾ ആ അടച്ച് വെച്ച് വേവിക്കുന്ന സമയം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ, പിന്നെ തേങ്ങ തിരുങ്ങി ഒരു കുഞ്ഞു കഷ്ണം അല്ലി, 1 2 ചെറിയ കഷ്ണം മതി, കുഞ്ഞു കഷ്ണം മതി. ചെറുതാണെങ്കിൽ 2 അല്ലെങ്കിൽ 1 കഷ്ണം മതി. വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊച്ചുള്ളിയും കൂടെ അരയ്ക്കുവാണെങ്കിൽ നല്ലതാണ്. തേങ്ങ അരച്ചെടുക്കണം. പിന്നെ ജീരകപ്പൊടി ഇടുവാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ജീരകം അതിൻ്റെ കൂടെ അരച്ചേക്കണം. കുറച്ച് ജീരകം കൂടെ അരച്ചേക്കണം. കുറച്ച് ജീരകം കൂടെ അരച്ച് തേങ്ങ നല്ലപോലെ പേസ്റ്റായിട്ട് അരയ്ക്കണം. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ മത്തങ്ങ വെന്തിട്ടുണ്ടെങ്കിൽ അത് നല്ലപോലെ ഉടച്ചിട്ട് അതിലോട്ട് തേങ്ങ ഇടുക. കുറച്ച് തേങ്ങ ഇടുന്നതിന് മുന്നേ തന്നെ മത്തങ്ങ മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടിയും ഇടുക. എന്നിട്ട് അതൊന്ന് വഴറ്റുക. എന്നിട്ട് പിന്നെ ഈ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കും. മത്തങ്ങ വെന്തെങ്കിൽ ഉടച്ചിട്ട് വേണം ഇടാൻ. അങ്ങനെ എന്നിട്ട് അല്ലവ കടുവ് വറക്കാത്ത ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ കടുവ് വറുത്ത് അതിനകത്ത് ഒഴിച്ചാൽ മതി. ഞാൻ കടുവ് വറുത്തിട്ട് അതിനകത്ത് ഇട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞ ആരെങ്കിലും കേട്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണ് മത്തങ്ങ കറി വെക്കുന്നത്. നല്ല ടേസ്റ്റാണ്.